രാവിലെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ്. വേറൊന്നുമല്ല, ബേബി ഡിസ്ചാർജ് ആയിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് റിവ്യൂവിന് വേണ്ടി പോയതാണ്. ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഇനി സ്കൂളിൽ നിന്നും കുഞ്ഞിനെ കൂട്ടിയിട്ട് വേണം തിരിച്ച് വീട്ടിലേക്ക് പോകാൻ. അങ്ങനെ ഞങ്ങൾ ചീറിപ്പാഞ്ഞ് കുഞ്ഞിൻ്റെ സ്കൂളിലേക്ക് എത്തിയപ്പോൾ കുഞ്ഞൻ ഞങ്ങളെയും കാത്തവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇനി അവിടുന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളുടെ പുതിയ ലോകത്തേക്ക്. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് മങ്കുവിന്റെ യഥാർത്ഥ പേരിനെ കുറിച്ചല്ലേ. കുഞ്ഞിന്റെ ശരിക്കുള്ള പേര് ഏകലവ്യൻ എന്നാണെന്നുള്ളത് ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഒരു തവണ പറഞ്ഞാൽ മറന്നു പോകാത്ത പേരായിരിക്കണം എന്നുള്ളത് മാത്രമാണ് അവന്റെ പേരിടുമ്പോഴുള്ള എൻ്റെ ആഗ്രഹം. പിന്നെ മഹാഭാരതത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കഥാപാത്രങ്ങളിൽ ഒന്നാണ് ഏകലവ്യൻ, മറ്റേത് ഓഫ് കോഴ്സ് കർണൻ. ഇവർ രണ്ടുപേരും വീട്ടിലിരിക്കുമ്പോൾ മൂന്നാമതൊരു പേര് ഒരു സാധാരണ പേരാവാൻ പാടില്ലല്ലോ. അതിനൊരു കഥ വേണം. അപ്പൊ ഞാനൊരു കഥ പറയാം. ഒരുപാട് വേഷനുകളുള്ള കഥയാണ്. ഞാൻ കേട്ട വേഷം പറയാം. പാലാഴി മഥനം കഴിഞ്ഞ് ഭഗവാൻ വിഷ്ണു സെലസ്റ്റിയൽ സ്ലീപ്പിലായിരുന്ന സമയത്ത് ഒരു അസുരൻ പ്രപഞ്ചത്തെ മുഴുവൻ തോൽപ്പിക്കാൻ വേണ്ടി വന്നു. പേര് മുരൻ. ആ സമയം ഭഗവാന്റെ ഉറക്കം ശല്യപ്പെടുത്താതെ ഭഗവാന്റെ ദേഷ്യം മുഴുവൻ ഒരു സ്ത്രീരൂപമായി മാറിയെന്നാണ് കഥ. ഉറക്കമണിറ്റ ഭഗവാൻ കണ്ടത് വധിക്കപ്പെട്ട് കിടക്കുന്ന മുരൻ എന്ന അസുരനെയാണ്. താൻ ഉറങ്ങുമ്പോൾ മുരനെ വധിച്ച ഭഗവതിയെ വ്രതമെടുത്ത് ആരാധിക്കുന്നവരാരോ അവർക്ക് ആയുരാരോഗ്യ സൗഖ്യം ലഭിക്കുമെന്ന് ഭഗവാനും അനുഗ്രഹിച്ചു. അന്ന് പാലാഴി മഥനം കഴിഞ്ഞ് 11ാമത്തെ ദിവസമായിരുന്നു. ആ ദിവസത്തെയും ഭഗവതിയെയും ഭഗവാൻ വിളിച്ചു ഏകാദശി എന്ന്. എന്റെ അറിവിൽ ആഘോഷിക്കപ്പെടാതെ പോയ ഭഗവാന്റെ അവതാരങ്ങളിൽ 2 പേരാണ് മോഹിനിയും ഏകാദശി. സ്ത്രീകളായതുകൊണ്ട് ദശാവതാരത്തിൽ കൂട്ടാത്തതാണോ എന്നൊരു സംശയം പണ്ട് മുതലേ എനിക്കുണ്ട്. മഹാഭാരതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഏകലവ്യന്റെ പേര് എൻ്റെ മകനിടുമ്പോൾ ദശാവതാരത്തിൽ പരിഗണിക്കാതെ പോയ ഏകാദശിയല്ലേ അവൻ്റെ അനുജത്തിയായി വരേണ്ടത്. അതുകൊണ്ട് എൻ്റെ മങ്കൂശനിട്ടു പേര് ഏകാദശി എസ് കൃഷ്ണൻ. കഥാപ്രസംഗമായി എന്നെനിക്കറിയാം. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു.